ഹലോ, ഐ എം ഏബിൾ. വെൽക്കം ടു ജബാമിയ. പുകയൊന്നും വിടുന്നത് കണ്ട് ആരും വീട്ടിലേക്ക് വിളിക്കാൻ നിൽക്കല്ലേ, കഥ പറയാം. ഞങ്ങള് ഇന്ന് കരാമേല് പോവാണ്. കരാമേല് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. റീലൊക്കെ കണ്ട് അത്യാവശ്യം ഇൻസ്പയർഡ് ആയിട്ടൊക്കെ തന്നെയാ പോകുന്നത്. ബട്ട് ഞങ്ങൾക്ക് ഈ കരാമ കുറച്ച് ദൂരെയാണ്. ഓൾമോസ്റ്റ് ഒരു 1 hour മെട്രോയിൽ പോയാലാണ് ഞങ്ങൾക്ക് അവിടെ എത്തുന്നത്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ വലിയ അറിവില്ല. ആദ്യമായിട്ടായിരിക്കും ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഈ കരാമയിൽ പോകുന്നത്. ആൻഡ് കരാമ എത്തിയപ്പോൾ ഫുള്ളി ഒരു കേരളം വൈബ്. മലയാളത്തിൽ ഇതേ അങ്കമാലി തട്ടുകട, മാഹി തട്ടുകട, അങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് മൊത്തത്തില് ഇവിടെ ഫുള്ള് മലയാളികളും ആയിരുന്നു. ആൻഡ് കച്ചവടം നമ്മുടെ പക്ക ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പക്ക ആ വൈബ് സെറ്റപ്പ് ആയിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ ഫുഡ് കഴിച്ചു തുടങ്ങി. എവിടെ തുടങ്ങിയെന്നോ എവിടെ അവസാനിച്ചെന്നോ അറിയത്തില്ല. എന്തായാലും ഇനി വയറേക്കൊന്നും കേറില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ നിർത്തിയത്. ദേ അതിന്റെ ഇടയിലാണ് ഈ ഒരു സാധനം കണ്ടത്. എന്തോ ഒരു സാധനത്തില് എന്തോ ഒരു കെമിക്കലൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും ഇതിനെ പറ്റി അറിയത്തില്ലെങ്കിലും ഇത് കഴിക്കാൻ വലിയ സീനൊന്നുമില്ല. ജസ്റ്റ് ചിപ്സ് കഴിക്കുന്ന പോലെയൊക്കെ തന്നെയുള്ളൂ. ഈ നൈട്രജൻ സംതിങ് ആണെന്ന് തോന്നുന്നു. എനിവേസ് ഓളുടെ നല്ല വീഡിയോ കിട്ടി, എൻ്റെ അത്ര നല്ലൊരു വീഡിയോ കിട്ടിയില്ല. എനിവേസ് സംഭവം എല്ലാം 10 ദിറം 12 ദിറം അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു അവിടെ എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ആദ്യമായിട്ട് കണ്ടതിന്റെ ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വൈബ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കയ്യെ കിട്ടിയതൊക്കെ വാങ്ങിക്കഴിച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാട്ടോ. ഈ വെറുതെ അല്ലേ ഈ കരാമ ഒരു മിനി കേരളം ആണ് എന്ന് പറയുന്നത്. ആൻഡ് ഞങ്ങളിപ്പോ ഒരു സമയം ഒരു 10 മണിയായ സമയത്തായിരുന്നു. ഞാൻ ഇതിനു മുൻപ് ഫ്രണ്ട്സിന്റെ കൂടെ വന്നപ്പോ ഒരു 1 മണി സമയത്ത് വന്നായിരുന്നു, രാത്രി 1 മണി. അപ്പോഴും അതെ, ഇവിടെ ഇതിനേക്കാൾ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. ആൻഡ് ഞങ്ങൾ അത്രയ്ക്കൊന്നും നീണ്ടുന്നില്ല, കാരണം വയറ് നിറഞ്ഞതോടുകൂടെ ഞങ്ങൾക്ക് ഇനി എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. പക്ഷെ സംഭവം എന്തായാലും കൊള്ളാം. ലൈക്ക് വൺ ടൈം ഒന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നാലും നമ്മൾ ഒരിക്കലും മടുക്കാത്ത സ്ഥലം. ആൻഡ് ഈ ഫുഡ് സ്ട്രീറ്റ്സ് കുറെ സ്ഥലത്തുണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു ഫുഡ് സ്ട്രീറ്റിലേ പോയുള്ളൂ. അത് തന്നെ നടന്നു വന്നപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന വഴി തന്നെ ദേ തിരിച്ചു പോകുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ആ മെട്രോ കയറി തിരിച്ച് വീട്ടിലോട്ട്. അപ്പൊ ഓക്കെ, ബൈ, പിന്നെ ഒരു ദിവസം കാണാം.